നമസ്കാരം. നമസ്കാരം സാർ. എന്താണ് നിങ്ങൾക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ സാർ? ഇപ്പൊ പുതിയ വണ്ടിയില്ലേ ഫയറിന്റെ കുറെ പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണെന്ന് പ്രവർത്തിക്കുന്നത് എന്താണെന്നുള്ളതൊന്നും നമുക്ക് ഒട്ടും അറിയുന്നില്ല. സാർ അതിനെ കുറിച്ച് വളരെ വിശദമായി പറയേണ്ടതുണ്ട്. അപ്പോ അതിനെ കുറിച്ച് വിശദമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ ഡൗട്ട് ഇതിനകത്ത് പുതിയ അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ എന്തെല്ലാം ഉണ്ട് എന്നുള്ളതാണ്, അതല്ലേ? അതെ സാർ. പണ്ടാണെങ്കിൽ ഇതിനകത്ത് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് തീ പിടിക്കുന്ന സമയത്ത് എവിടെയാണോ തീ പിടിച്ചിട്ടുള്ളത് അവിടെ ഉപയോഗിക്കുക എന്നുള്ളൊരു സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വാഹനത്തിനകത്ത് ഒരു തീപിടുത്തം ഉണ്ടാവുന്ന സമയത്ത് ഇതിനകത്ത് ആരുമില്ല എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ ആരുമില്ല, അപ്പോൾ കുട്ടികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ പുക അല്ലെങ്കിൽ തീ ഉണ്ടാവുന്നതെങ്കിൽ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യാൻ പാകത്തിനുള്ള ചില സംവിധാനങ്ങളാണ് ഇതിനകത്തുള്ളത്. അത് രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് ഈ സംവിധാനങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് എഞ്ചിൻ കമ്പാർട്ട്മെന്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് യാത്രക്കാരുള്ള കമ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എഞ്ചിൻ കമ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജീവനുള്ള ഒന്നുമില്ല. നേരെ മറിച്ച് യാത്രക്കാരുള്ള ഈ കമ്പാർട്ട്മെന്റിനകത്ത് ജീവനുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷിംഗ് എന്ന് പറഞ്ഞാൽ കത്താൻ സഹായിക്കുന്ന ഗ്യാസസ്, അതായത് ഓക്സിജനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ എഞ്ചിൻ കമ്പാർട്ട്മെന്റിനകത്ത് ഓക്സിജനെ ഇല്ലാതാക്കാൻ പാകത്തിലുള്ള ഒരു സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. നേരെ മറിച്ച് ഈ പാസഞ്ചർ കമ്പാർട്ട്മെന്റിൽ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷിംഗ് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും അവിടെയുള്ള ആൾക്കാർ ശ്വാസം മുട്ടി മരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഏത് രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു വാഹനത്തിന്റെ ഡ്രൈവർ ആയാലും അറ്റൻഡർ ആയാലും ഈ വാഹനം ഉപയോഗിക്കുന്നവരായാലും വാഹനത്തിന്റെ ഉടമസ്ഥന്മാരും ഒക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സിസ്റ്റം എന്ന് പറയുന്നത് എഞ്ചിൻ കമ്പാർട്ട്മെന്റിനകത്തെ ഫയർ സപ്രഷൻ മെത്തേഡാണ്. അപ്പോൾ ഫയർ സപ്രഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഞ്ചിൻ കമ്പാർട്ട്മെന്റിനകത്ത് എങ്ങാനും തീ വരികയാണെങ്കിൽ ആ തീയിനെ സംബന്ധിച്ച് ഒരു ഐഡന്റിഫിക്കേഷൻ, ഒരു അലാം നമുക്ക് തരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ കത്തിയിട്ടുള്ള തീയിനെ കെടുത്താനുള്ള ഒരു സംവിധാനവുമാണ് ഈ എഞ്ചിൻ കമ്പാർട്ട്മെന്റിനകത്തുള്ളത്. അതിനെ നമ്മൾ ഫയർ ഡിറ്റക്ഷൻ അലാറം സിസ്റ്റം എന്നും ഫയർ സപ്രഷൻ സിസ്റ്റം എന്നും പറയും. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എഞ്ചിൻ കമ്പാർട്ട്മെന്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ ഒരു വയർ കാണാം. ഈ വയർ ഇങ്ങനെ ഈ എഞ്ചിൻ കമ്പാർട്ട്മെന്റിനെ ചുറ്റിയിരിക്കുന്നുണ്ടാവും. ഇത് ഈ എഞ്ചിൻ കമ്പാർട്ട്മെന്റിനകത്ത് 80 ഡിഗ്രിയിൽ കൂടുതൽ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ ഈ വയർ ഉരുകും. ഈ വയർ ഉരുകി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ഒരു ECU ഉണ്ട്. ആ ECU പറയും ഇതിനകത്ത് ക്രമാതീതമായി താപനില വർദ്ധിക്കുന്നുണ്ട്, ഉടനെ തന്നെ ഇതിനകത്ത് തീ പിടിച്ചിട്ടുണ്ട്, അത് ഓക്സിജനെ മുഴുവൻ ഒഴിവാക്കി ഇതിനകത്ത് തുടർന്നുള്ള തീ കത്തുന്ന സംവിധാനം ഒഴിവാക്കുകയും ചെയ്യും. ഇതിനാണ് നമ്മൾ ഫയർ ഡിറ്റക്ഷൻ ആൻഡ് സപ്രഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഡ്രൈവർ വേണമെന്നില്ല, ചാവി അവിടെ വേണമെന്നില്ല. ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത്, വണ്ടി പാർക്ക് ചെയ്ത് പോയ സമയത്താണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇനി വാഹനം ഓടുന്ന സമയത്താണെങ്കിലും, ഏത് സമയത്താണെങ്കിലും ആക്റ്റീവ് ആവുന്ന ഒരു മെക്കാനിസമാണ് ഇതിനകത്തുള്ളത്. ഇതിനിപ്പോൾ ബാറ്ററി ഇല്ല എങ്കിൽ പോലും ഇതിനകത്തൊരു ബാറ്ററി ഉണ്ട്, ഒരു ഇൻബിൽറ്റ് ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി വഴി ഈ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ എഞ്ചിൻ കമ്പാർട്ട്മെന്റിനെയും അതുവഴി മുഴുവൻ വാഹനത്തിനെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് ഇത്. ഈ ഭാഗത്ത് മാത്രം കൊടുക്കാനുള്ളൊരു റീസൺ എന്താ ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ കോംപ്ലക്സ് ആയി തീപിടിക്കാൻ സാധ്യതയുള്ള സംവിധാനങ്ങളെല്ലാം ഈ ഒരു എഞ്ചിൻ കമ്പാർട്ട്മെന്റിനകത്താണുള്ളത്. ആയതുകൊണ്ടാണ് ഈ സംവിധാനം ഇതിനകത്ത് മാത്രം കൊടുക്കുന്നത്. അതിനെ ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം, ഫയർ അലാറം സിസ്റ്റം എന്നുള്ള രീതിയിൽ ഫയർ ഡിറ്റക്ഷൻ അലാറം സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നു.